ഹലോ ശ്രീജ, മറ്റേതൊന്ന് വിളിച്ചിട്ടുണ്ടോ കിട്ടാതെ? അതിനൊന്ന് വിളിക്കാലോ. ആ മറ്റേ ഫോണില്. ഹലോ, ആ ഞാൻ വിളിച്ചിട്ട് ബിസി ബിസി പറയുന്നു. ആ ആ അല്ല, ചിലവർക്കൊക്കെ വലിയ രോഗങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഒന്ന് രണ്ട് പേരെ വിളിക്കുന്ന നാട്ടിലുള്ളവരെ നമ്പർ കിട്ടുന്നത്. ഇൻകമിങ് ഫോൺ എടുക്കുന്നില്ലെന്ന് പറയുന്നത്. നന്നായി എന്തോ ചെയ്ത് വെച്ചിരിക്കുക അവരെ, മനസ്സിലായോ? ഞാനങ്ങോട്ട് വിളിക്കരുത്, സംസാരിക്കരുത്, കുറെ ഡ്രാമയൊക്കെ ഉണ്ട്. ഞാൻ ഈ റൂമിനകത്താണ് എടുത്തിരുന്നത്. ഭയങ്കര ഡ്രാമകളാ. ഞാനിത് സംസാരിച്ചാൽ ഇപ്പൊ മലയാളത്തിൽ സംസാരിച്ചാൽ ഞാൻ ഇല്ലാന്നുള്ള ധൈര്യമല്ലയോ? അതൊക്കെ ഇല്ലാതാക്കാനൊക്കെയുള്ള വലിയ ഡ്രാമകളൊക്കെ, ഒത്തിരി ഡ്രാമകളൊക്കെ ഉണ്ട്. ഈ ഡ്രാമയൊക്കെ തീരുമാനിച്ചെങ്കിൽ നല്ലപോലെ അറിയാം, മനസ്സിലായോ? ഏഹ് അതുപോലെ ഏഹ് ആ എന്ന് പറഞ്ഞാല് അത് സഡൻലി ഞാൻ മുക്കുമ്പോ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഉടനെ അങ്ങ് ലോക്കായി ആ നമ്പർ. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ വിളിക്കുന്നത് എപ്പോഴത്തെ പോലെ എന്നെ ഇരിക്കൊണ്ട് ഒരു കുളത്തിൽ ആയത് ഒന്ന് രണ്ട് മൂന്ന് നേടാൻ എല്ലാ നമ്പർ അവിടെ വിളിക്കുമ്പോഴൊന്നും എടുക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കട്ടായി പോയി. നമ്മൾ ഫോൺ
ചോദിച്ചിട്ട് ഞങ്ങളുടെ കസ്റ്റമറിനായിട്ട് ബുക്ക് ചെയ്തത് ഇത് ആരുടെയോ ID കാർഡാണ് നിയറല്ല ബിജുവിന്റെ നമ്മുടെ അതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ ഇറക്കി നമ്മളോട് കേട്ടോ. അപ്പൊ ഞാൻ അപ്പോഴത്തേക്കും ഒരു ഒരു വിചാരം കിട്ടും അവൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം കുറച്ച് ടി വന്ന് ചോദിക്കുന്നു ഈ ID കാർഡാണ്. അപ്പൊ ബിജു പി എന്റെ അല്ല വേറെ ആരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്റെ ഉദ്ദേശം അറിയാമോ? നിനക്കറിയാമോ മലബാറയില് ആരുടെ ജനറേറ്റ് കയറിയാൽ അതിനകത്ത് വ്യത്യാസം കാണുന്നില്ല. ഞാൻ പ്രഗ്നന്റ് ആണ്. അപ്പോ എന്റെ ഉദ്ദേശം വെറുതെ ഉദ്ദേശം എന്നെ ആരെ കൊണ്ടുപോയി നിർത്തിച്ച് എന്റെ അബോർഷനാക്കി കളയണം. എനിക്ക് കൊച്ചനാണെന്നാണല്ലോ അവന്റെ ഉദ്ദേശം, മനസ്സിലായല്ലോ. അപ്പൊ അബോർഷനാക്കണം, അതിനാണ് എന്നെ അതിനകത്ത് വിളിച്ചുകൊണ്ട് പോകാനുള്ളത്. അപ്പൊ ഞാനും ചെയ്യുമെന്ന് അറിയാമോ? നമ്മൾ എല്ലാத்தைയും വിളിച്ചാണല്ലോ. അപ്പൊ ഇവ പിന്നെ മതി നിങ്ങൾ ഇറങ്ങിയില്ലയോ? ഇറങ്ങിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നില്ല. ഞാൻ അഡ്വക്കേറ്റ് ആണല്ലോ, മനസ്സിലായോ? ഞാൻ ഇപ്പൊ ഇതിൽ ഇറങ്ങുന്നില്ല. കാരണം ഞാൻ ഇത് ക്യാമ്പസിനൊന്നും പോകണ്ട, കാസർഗോഡ് വരെ പോവാ. 22 ജോയിൻ ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിച്ചേർന്നത് അത് തന്നെ. നിങ്ങൾക്ക് ഞങ്ങളെ ഇറക്കിയിട്ട് ഈ 3 സീറ്റ് രണ്ടാമത്തെ കുറച്ച് ഇരട്ടി 3 കാറ്റ് വാങ്ങിക്കരുത്. ഇത് നാളത്തേക്കെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സീറ്റ് തന്നു. സീറ്റ് അന്നേരം നടന്ന സംഭവം ഓർമ്മിക്കാം കേട്ടോ. ഇപ്പൊ നടന്നില്ലല്ലോ, നടന്നില്ല. അത് കഴിഞ്ഞ് 2-3 മാസം കഴിയുമ്പോൾ ഇവർ പിന്നെ വിളിക്കും.